ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ബാക്കി വന്ന ഇഡലി വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കാം. നമ്മളിന്ന് ബാക്കി വന്ന ഇഡലി കൊണ്ട് ഒരു ചില്ലി ഇഡലി ഉണ്ടാക്കാൻ പോവുക. ഇതാ ഇഡലി അല്ലേ, നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പാൻ ചൂടാക്കിയിട്ട് ഞാനത് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഡിഷിന് വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് നല്ലത്. അതിലേക്ക് നമുക്ക് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇഡലി ഇടാം. കഷ്ണങ്ങളാക്കി ഇഡലി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പം അതെ നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വറുത്ത എണ്ണയുടെ കൂടെ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുകയാണ്. നമ്മൾ ഈ ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, ഒരു 2 വെളുത്തുള്ളി, പച്ചമുളക് ഒരെണ്ണം. ഒന്ന് വാടി കഴിയുമ്പം അതിലേക്ക് സവാള ഇടാം. അതിലേക്ക് സവാള ഇടുകയാണ്. 2 ചെറിയ സവാള, അത് ഞാൻ ഇങ്ങനെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കൂടെ തന്നെ ക്യാപ്സിക്കമാണ് എനിക്ക് ചുമന്നതാണ് കിട്ടിയത്. നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുകയാണ്. അര ടീസ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസാണ് ഒഴിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടി ഇടുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കാം. ഒരു 2 സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ്. ഇതിലേക്കൊരു കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാതെ ഒന്ന് വേകട്ടെ. സോസിലൊക്കെ ഉപ്പുള്ളതാണ്, ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പിടുകയാണ്. ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കോൺഫ്ലവർ കലക്കിയതാണ് ഇതിലേക്ക് ചേർക്കാം. ഇതിപ്പായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇഡലി ചേർക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, നന്നായിട്ട് ഇഷ്ടപ്പെടും. രാവിലെ ഇഡലി കഴിച്ചു പോകുന്ന കുട്ടികൾ വൈകുന്നേരം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൊടുക്കാം. അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇഡലി ചേർക്കാം. അതിലേക്ക് ഇഡലി ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ആകുമ്പം കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇഡലി ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് ഡിഷിലേക്ക് മാറ്റാം. രുചികരമായിട്ടുള്ള ചില്ലി ഇഡലി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഈ ഇഡലിയുടെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചില്ലി ഇഡലിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.